യോ മൈ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എവിടെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടൈക്കനാൽ പോവുകയാണ്. അപ്പോൾ അതെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു രാത്രി 9-9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ കൊടൈക്കനാൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാവരും ഉറക്കമാണ്. ഇതിനകത്ത് നൈസായിട്ട് കണ്ണനുണ്ട്, എന്നിട്ട് ശിവ കിടന്നിറങ്ങണം. ഇവിടെ അച്ചൂസുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നൈസായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങുക എന്നുള്ള സെറ്റപ്പിൽ നിർത്തിയാണ്. ഉറക്കം വന്നപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയാണ്. ഉറങ്ങി എഴുന്നേറ്റ് മുഖം കഴുകാതെ നിർത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ട്രിപ്പ് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പൊളിച്ചെടുക്കാതെ അനൂപ് മുഖം കഴുകണം. അതിൻ്റെ എനിക്കൊന്ന് മുഖം ഒന്നുകൂടി കഴുകണം. നമ്മൾ നേരെ കയറുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ന്യൂ ഇയർ ട്രിപ്പ് വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപ്പോഡ് എടുക്കാൻ മറന്നുപോയി. എന്തൊരു ചെയ്യാൻ. അപ്പോൾ അതൊന്നും വിഷയമില്ല. അവൾ കയ്യിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞോട്ടെ, വ്ളോഗ് കയ്യിൽ എടുക്കുമെന്ന് പറഞ്ഞോട്ടെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ്സ് ഗെറ്റ് ടു ദ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അവിടെ ചെന്നിട്ടാണ് കാണാനുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഈ പയ്യനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അമ്മാരെ കണ്ടുപിട്ടി. ഇവരൊക്കെ നമ്മളോടെ ഉള്ളതല്ലേ. ഹായ് പറടാ, വ്ളോഗാടാ. ഹായ് പറടാ, ഹായ് പറടാ, ഹായ് പറടാ. നമ്മള് കുമാരെ കണ്ടുപിട്ടിരിക്കുന്നു. ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇലയൊക്കെ വന്ന് എല്ലാവരും കഴിക്കാനുള്ള മൂടിലിരിക്കുകയാണ്. ഞങ്ങള് ബീഫ് ബിരിയാണിയാണ് എല്ലാവരും പറഞ്ഞത്. കഴിച്ചിട്ട് എങ്ങനെയാണോ നോക്കാം. അതുപോലെ ഓരോ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. ഓരോ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. അതായത് പൊറോട്ട വന്നിട്ടുണ്ട്. നല്ല അടിപ്പം പൊറോട്ടയാണ്. അടിപ്പം ഗ്രേവിയുണ്ട്. ബൺ പൊറോട്ടയൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ്. ബൺ പൊറോട്ട അല്ല പ്രോപ്പർ, എന്നാലും അത്രയും അതൊക്കെ പോലെ തന്നെ ഇരിക്കും. അണ്ണനാണ് നമുക്ക് പൊറോട്ട കൊണ്ടുവന്നത്. നല്ല പൊറോട്ട കൊള്ളാം. ബിരിയാണി വരുമ്പോൾ കാണാം. അവന്മാരുടെ ബിരിയാണി വന്ന് കഴിച്ചിട്ട് പറയാനുണ്ടെന്ന് സെറ്റപ്പാണ്. അങ്ങനെ പക്ഷേ കഴിച്ചിട്ട് പറയടാ. ആടെ ചള്ളാസ് ഉണ്ടാവും ഇവിടെ. നമ്മുടെ ബിരിയാണിക്കണ്ട് കഴിക്കില്ല. കഴിക്കാൻ പോവാണ്. അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് കൊള്ളാം. കുറച്ചുകൂടി വെച്ചോ. ഗ്രീൻ ഗ്രീൻ സലാഡൊക്കെ വെച്ച് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചില്ല. Let me take you back to a time when love was as precious as diamonds, where if you search you would find it. I know that times have changed, but I don't wanna play no games.
be my baby. Let me love you crazy. Let me hold you down like gravity to the ground. Oh, be my baby. I ain't gon' be shady. I ain't messing around. Let's fall in love. I won't let us fade away. Even when we old and gray, know that I'll be here to stay. Let's fall in love. I won't let us fade away. Even when we old and gray, know that I'll be here to stay. And give you that. ഗൈസ് നമ്മളൊരു അടിപൊളി സ്ഥലം കണ്ട് ഇപ്പം നിർത്തിയതാണ് അവിടെ. ഇത് വേണ്ട കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കണ്ണാപ്പി വണ്ടിക്കാതെ കണ്ണാപ്പി ഇറങ്ങിയില്ല. കണ്ണാപ്പിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു കാരണം വണ്ടിക്കാതിരിക്കണേ. ഞങ്ങളിതേ ഇടുന്നത് ഇത് അനൂപുണ്ട്. അത് നോക്കടാ ശിവേ. അറിയൂ No reason to go back on my love. I'll hold you so tight you'll be snugged up. Be my baby. Let me love you crazy. Let me hold you down like gravity to the ground. Oh, be my baby. I ain't gon' be shady. I ain't messing around. Let's fall in love. I won't let us fade away. Even when we old and gray, know that I'll be here to stay. Let's fall in love. I won't let us fade away. Even when we old and gray, know that I'll be here to stay. And give you that red, 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 retro love, retro love. Give you that red, 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 retro love, retro love. ഗൈസ് നമ്മൾ പൂണ്ടിയിൽ വന്ന് നമ്മൾ സ്റ്റേ ഒക്കെ സെറ്റാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേയിൻ്റെ അടുത്തോട്ട്. വണ്ടി നമ്മൾ അവിടെ ഒന്ന് പാർക്ക് ചെയ്തു. അതിന് നമ്മൾ നടക്കണതേ നല്ല അടിപ്പം മഞ്ഞാണ്. ഒരു കിണ്ടിയും കാണാൻ പറ്റില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ലെന്ന് പറയണേ. എങ്ങനെയുണ്ട് സ്റ്റിക്കർ ഇട്ടിട്ട്? എങ്ങനെയുണ്ട് സ്റ്റിക്കർ ഇട്ട്? അടിപൊളിയല്ലേ ഗൈസ്? സാമാനം വരെ തണുത്ത് പോയി. അങ്ങനെ ഇരിക്കണം ഇപ്പം. ഭയങ്കര തണുപ്പാ. ഞാൻ അവിടെ ചെന്നിട്ട് വേണം ജീൻസ് ഒന്ന് വലിച്ച് കയറ്റിയിടേ. ഒന്ന് കുറച്ച് നേരം കിടക്കണം, ഉറക്കമൊന്ന് ശരിയാക്കണം. എന്നിട്ട് ബാക്കി നാളെ രാവിലെ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, കാണാം. അവിടെ ചെന്നിട്ട് കാണാം. റൂം കാണിച്ചു തരാം. അണ്ണനാണ് നമുക്ക് റൂം സെറ്റ് ചെയ്യുന്നത്. അണ്ണാ പേരെന്നാ? ബാല. നൈസ്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് കാണാം. നൈസ്. നമ്മളൊരു കാടിൻ്റെ ഒക്കെ അകത്തുകൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് കുറച്ചധികം നടത്തമുണ്ട്. നല്ല പൊള്ളി ആംബിയൻസ് ആണ്. നമ്മൾ നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ട് വന്നതല്ല, നേരിട്ട് വന്നതാണ്. ഇന്ന് നടന്നേ ഞങ്ങളത് ഇതിൽ കൂടി നൈറ്റ് ഇറങ്ങി നടക്കണ സെറ്റപ്പ് ആയിരിക്കും അല്ലേ? പൈസ നമ്മൾ നൈറ്റ് ഇറങ്ങുവാണെങ്കിൽ നൈറ്റ് ഇറങ്ങി ഒന്നും കാണിക്കാൻ പറ്റില്ല. അതാണ് വേറെ ശോകം. ഇത് കണ്ടതേ ഫുള്ള് കാട്, അതിൻ്റെ നടുക്ക് നമ്മുടെ സ്റ്റേ. പൊള്ളിക്കും. നമ്മൾ സിറ്റിയിലൊക്കെ പോയിട്ട് എന്ത് കാര്യം അല്ലേ? നാട് കാണാൻ ഇറങ്ങണം, പുറത്തോട്ട് ഇറങ്ങണം. കാണാം, റൂമിൽ ചെന്നിട്ട് കാണാം. ഓക്കെ പൈസ. ഇപ്പം നമ്മളെ സ്റ്റേ ഇതാണ്. ഇതുപോലെ അപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. എൻ്റെ അകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഇത് 2 ഫുണ്ടകളിരിക്കണ്. വന്നപ്പോഴേ കയറി കിടന്ന്. ഇത് ഒരു ബെഡും പിന്നെ 2 ബെഡും, ഇത് ബാത്റൂം. അത്യാവശ്യം കുഴപ്പമില്ല, ഹീറ്ററൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇനിയാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് സെറ്റ് ചെയ്ത് നമ്മൾ റെഡി ആകുകയാണെങ്കിൽ കാണാൻ പോകും. ഓക്കെ, നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമ്മൾ നൈറ്റ് കഴിക്കുന്നത്. കടയുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മളും ക്യാമ്പ് ഫയർ ഇട്ടു ഗൈസ്. ഇവരൊക്കെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഇടുന്ന സാധനങ്ങൾ. പ്രതീക്ഷിക്കണം പോലെ കേട്ടോ, രോമം കരിഞ്ഞ്. അങ്ങനെയല്ല, ആ സാധനം വന്ന് കൈ ഇടിക്കുമ്പോൾ എന്തോ ഒരു
കണ്ടാ എനിക്ക് ഇവിടെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ആൾക്കാർ അവരുടെ ഒരു ജീവിതമാർഗം. കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇത് കണ്ടതേ ഇതിനകത്തൂടെയാണ് നമ്മൾ രാത്രി നടന്നൊക്കെ കയറിയത്. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ധാരാളം. പക്ഷേ പ്രൈസും എല്ലാം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊരു 1,500 റേറ്റ് പറഞ്ഞത്. ആ ഒരു റേറ്റിനുള്ള റൂമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവിടങ്ങളിൽ കിട്ടാൻ പറ്റിയതിൽ അത്യാവശ്യം നീറ്റ് അല്ലേ എന്നുവെച്ചാൽ റൂമൊക്കെ നീറ്റായിരുന്നു, ക്ലീൻ ആയിരുന്നു. അത് ഈ തുടക്ക സമയത്തായത് കൊണ്ടാണ്. ഇന്നലെ നമുക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് അവിടെ ബ്ലാങ്കറ്റൊക്കെ മേടിച്ചോണ്ട് വന്നത്. കാരണം ഇല്ല മമ്മ മേടിച്ചോണ്ട് വന്നാ അതേടാ പുതിയ തലങ്ങണയൊക്കെ ആയിരുന്നു. ബെഡ് കണ്ടില്ലേ? ആ 2 തലങ്ങണ ഉണ്ടായിരുന്നത്. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ എപ്പോഴും. നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പൂണ്ടിയിലൊക്കെ സ്റ്റേ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫുഡ് ഇവിടെ രാത്രിയിൽ കിട്ടാൻ ഒരു വഴിയില്ല. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ അറൗണ്ട് വണ്ടി ഓടിച്ചാലേ പോയി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. പിന്നെ മേളിലോട്ട് പോയാൽ എന്തോ ഡാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആയിട്ട് മേളിലോട്ട് കൊണ്ടാണ് അതെ അവിടെ ഇരിക്കട്ടെ. ഈ കാട് കണ്ട ഇതിൻ്റെ അകത്തായിരുന്നു സ്റ്റേ. അതിനകത്തൊരു പട്ടി കിടപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? സേഫായിട്ട് അവന്മാർ കിടക്കണ സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. നല്ല ക്ലൈമറ്റാണ്. ഹണിമൂണിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റാണ്. ഹണിയും വന്നിട്ട് മരച്ചിരിക്കണം. വെള്ളം കാണാതെ പിള്ളേരാന്ന് തോന്നണം. നമുക്കുള്ള കരിമ്പാണ് ഒടിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ണന്റെ പേരെന്നായിരുന്നു? പേര് ഉമ്മരേശൻ അണ്ണനാണ് നമുക്ക് സാധനം റെഡിയാക്കുന്നത്. ഇത്രയൊക്കെ പോകുന്നുണ്ട്. ഒന്ന് 5 വെട്ട്, ആ 1 ബാക്കിയെല്ലാം ചോടും ടോപ്പും കളഞ്ഞിട്ട് കെട്ടി തന്നാൽ മതി. 2 പീസാക്കി വെച്ചിട്ട് എല്ലാം. ചെയ്യോ അതെല്ലാം 2 ആക്കി വെച്ചോ. ഇറങ്ങിയോന്നാടാ, ഡാ ഇറങ്ങിയതാ.
ഗൈസ് നമ്മൾ മുന്തിരി ഫാമല്ല, മുന്തിരി തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. മുന്തിരി ഫാം എന്താണ് ഇംഗ്ലീഷിൽ പറയണ? മുന്തിരി തോട്ടത്തിന് മുന്തിരി ഫാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പറയുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് മുന്തിരി. മനു ഇവിടെ എൻ്റെ മുടിയിൽ ഉളയ്ക്കണം കണ്ടതേ. ഇത് അവിടെയൊക്കെ ചുമ്പോൾ പൊള്ളിയായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് കണ്ട ഇത് കണ്ടതേ, ഇത് കണ്ടതേ പഴുത്ത് കഴിയുമ്പോൾ പൊള്ളിയായിട്ട് കിടക്കണം. ഈ ഫോട്ടോ എടുക്കണം. ഇത് ഇരിക്കണുണ്ടല്ല എൻ്റെ കൊള്ളാമല്ലേ സ്ഥലം. എന്താ പറയാനുള്ളത്? മുന്തിരിയോ അതോ എന്താ കൊള്ളാന്ന്? മുന്തിരി കൊള്ളാം, നൈസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പറിക്കണ ഫൈനുണ്ട്. നമ്മൾ മോഷ്ടിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ടേസ്റ്റ് നോക്കാം. എപ്പോഴും പറയണം അതെല്ലാത്തിനും ഒരേ ടേസ്റ്റാണെന്ന് അറിയണ്ടേ, എല്ലാം ഓരോരോ കൊലയല്ലേ. അപ്പം ഇതാണ് മുന്തിരി